ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാലോ? അങ്ങനെ നമ്മുടെ സരിയും അതുപോലെ തന്നെ ഷാരിയും കൂടി ഒരു കടയിൽ കയറിയിട്ട് 5 മുഴം മുല്ലപ്പൂ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് മുല്ലപ്പൂ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് കിരണും അതുപോലെ തന്നെ ചന്ദ്രസേനയും കൂടി വരുന്നത്. എടാ വണ്ടി നിർത്തിക്കെന്ന് പറയാണ്. എന്താ വെച്ചാൽ ആ സരിയും ഷാരിയും ഇവിടെ നിൽക്കുന്നത്. അതന്നെ. ഓണത്തിന് ഇവരുടെ മുഖം കാണേണ്ടി വന്നല്ലോ. നീ ഒന്ന് ഇറങ്ങിക്കേ. എന്തിനാ വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങണ? നീ ഇറങ്ങ് എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. എനിക്ക് ഇവിടെ നിന്ന് തന്നെ മുല്ലപ്പൂ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി അവിടെയൊക്കെ ഇറങ്ങുവാണ്. ആ സമയത്ത് ഷാരി ഇവരെ കാണുന്നുണ്ട് കേട്ടോ. മോളെ ദേ അതാരാ വരുന്നതെന്ന് നോക്കിയോ. ഓ നാശങ്ങള്, ഓണമായിട്ട് നിങ്ങളുടെ മുഖം കാണേണ്ടി വന്നുവല്ലോ അമ്മേ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ കിരണും അതുപോലെ തന്നെ ചന്ദ്രസേനയും കൂടി ആ കടയിലേക്ക് പോകുന്നുണ്ട്. ചേട്ടാ ഒരു 20 മുഴം മുല്ലപ്പൂ എന്ന് കിരൺ പറയാണ്. പെട്ടെന്ന് തന്നെ സരയു പറയുന്നുണ്ട്, ചേട്ടാ എന്നാലേ എനിക്കൊരു 25 മുഴം മുല്ലപ്പൂ. മോള് 5 മുഴം എന്നല്ലേ പറഞ്ഞത് എന്ന് ആ കടക്കാരൻ പറയുമ്പോൾ, അതെ ഞാൻ 25 മുഴം തന്നെയാണ് പറഞ്ഞത്, ചേട്ടൻ്റെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കടക്കാരൻ പറഞ്ഞു, അയ്യോ എനിക്കൊരു കുഴപ്പമില്ലല്ലേ, എനിക്കിപ്പോൾ 25 മുഴം മേടിച്ചാൽ അത്ര ലാഭമല്ലേ, ഞാനിപ്പോൾ തരാം, ആദ്യം ഈ സാറുമാർക്ക് കൊടുക്കട്ടെ. വേണ്ട വേണ്ട എന്ന് ചന്ദ്രസേനൻ പറയാണ്. ആദ്യം അവർക്ക് കൊടുത്തു, അതിനുശേഷം ഞങ്ങൾക്ക് തന്നാൽ മതി, ആദ്യം അവരല്ലേ വന്നത് എന്ന് ചന്ദ്രസേനൻ പറയുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രസേനൻ സരുവിന് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക കേട്ടോ. ആ സമയത്ത് സരു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയ്യേ വൃത്തികെട്ടവൻ, മോനേക്കാളും വൃത്തികെട്ട നോട്ടോ അച്ഛൻ നോക്കണത് എന്ന് സരു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അല്ല ഈ സാരിയാണോ നിന്റെ ഓണക്കോടി എന്ന് ചന്ദ്രസേനൻ ചോദിക്കുമ്പോഴേക്കും, അതെ ഇത് തന്നെയാണ് എൻ്റെ ഓണക്കോടി, എൻ്റെ അമ്മ വാങ്ങിച്ചു തന്നതാ എന്ന് സരയു പറയുമ്പോഴേക്കും ചന്ദ്രസേനൻ മനസ്സിൽ വിചാരിക്കേണ്ടത്, അതേടി നിന്റെ അമ്മ വാങ്ങിച്ചു തന്നതാ, നിന്റെ ഒറിജിനൽ അമ്മ എന്നിങ്ങനെ പറയാണ്. കണ്ടിട്ട് 40,000 രൂപ വിലയുണ്ടല്ലോടി എന്ന് പറയുമ്പോഴേക്കും സരയു പറയുന്നുണ്ട്, അതെ ഈ സാരിക്ക് അത്രയും വരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലേ എൻ്റെ മനുവേട്ടൻ വാങ്ങിച്ചത് സാരി കണ്ടാൽ നിങ്ങൾ എന്ത് പറയും? 1,50,000 രൂപയുടെ സാരിയാ എനിക്ക് എൻ്റെ മനുവേട്ടൻ വാങ്ങിച്ചത് എന്ന് പറയാണ്. കിരൺ അപ്പം തന്നെ പറയണ്ട, അയ്യോ 1,50,000 രൂപയുടെ സാരിയൊന്നും എൻ്റെ ഭാര്യയ്ക്ക് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല, ഞാൻ കല്യാണിക്ക് വെറും 20,000 രൂപയുടെ സാരിയുമായിട്ട് മേടിച്ചെടുത്തിട്ടുള്ളൂ എന്നിങ്ങനെ പറയാണ്. ആ സാരി എടുത്തിട്ട് അവളിന്നൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്, സമയം കിട്ടുമ്പോൾ ഏതൊക്കെയോ ചാനലിൽ ലൈവൊക്കെ പോകുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്ക് എന്ന് പറയുമ്പോഴേക്കും സരിയു പറയുന്നുണ്ട്, അങ്ങനത്തെ പരിപാടി ഒന്നും കാണാൻ ഞങ്ങൾക്ക് സമയമില്ലടാ എന്ന് പറയാണ്. പിന്നെ അവളുടെ പരിപാടി കണ്ടാലും മതി, അവളെ ആ പരിപാടി ജയിക്കില്ല, തോറ്റ് തുന്നം പാടും എന്ന് സരയു പറയുന്നുണ്ട്. ആ സമയത്ത് കിരണിനെ വിചാരിക്കുകയാണ്, അവൾ അങ്ങനെ തോറ്റ് തുന്നം പാടിയെങ്കിലേ ഞാൻ എന്ത് ചെയ്യണം? അതെ അവൾ ഇന്നത്തെ പരിപാടിക്ക് തോക്കുമെങ്കിലേ എൻ്റെ പേര് നിന്റെ പട്ടി കിട്ടോ എന്ന് ജയിക്കുമെങ്കിൽ എൻ്റെ പേര് നിന്റെ പട്ടി കിട്ടോ എന്ന് പറയാണ്. നിന്റെ പേര് പട്ടിക്കിടാനോ? അതിന് എൻ്റെ വീട്ടിൽ പട്ടിയില്ലല്ലോ. ഞാനേ എൻ്റെ വീട്ടിലൊരു പട്ടി, സരിയു പറയണ്ടേ, എന്നൊരു കാര്യം ചെയ്യാം, അവൾ ചോദിക്കെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ പട്ടിക്ക് ഒരു പേരിടാം. എൻ്റെ വീട്ടിലൊരു പട്ടി ഇടാണെങ്കിൽ ഞാൻ കല്യാണിന്ന് പേരിട്ടാനേ. അങ്ങനെയെങ്കിലേ അവൾ ഈ ഇതിന് ജയിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ജയിക്കുന്നുണ്ടെങ്കിലേ നീയേ കല്യാണിന്ന് എന്നെ വിളിച്ചോ എന്ന് സരിയു പറയാണ്. അയ്യേ ആ പേര് നിന്നെ വിളിക്കാനും നിന്നെ വേറെ ആരെ വിളിച്ചാലും ഒരിക്കലും നിന്നെ ഞാൻ ആ പേര് വിളിക്കില്ല, കാരണം ലോകത്തെ ഏറ്റവും വൃത്തികെട്ടവരുടെ മകളാടി നീ, അങ്ങനെയുള്ള നിന്നെയൊന്നും കല്യാണത്തിൻ്റെ പേര് ചേർത്ത് വിളിക്കാൻ പറ്റില്ല, ആ പേരിന് തന്നെ ഒരു മഹിമ പോകും, നിന്നെ ഒരു പേര് ചേർത്ത് വിളിക്കാനും പറ്റില്ല എന്ന് പറയാണ്. എൻ്റെ അച്ഛൻ വൃത്തികെട്ടവനാണെന്നാണോ നീ പറയണത്? അങ്ങനെയെങ്കിൽ നിന്റെ അച്ഛനോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഷാരി പറയണ്ട, മോളെ മതി വാ പോകാം എന്ന് പറയാണ്. അതിനുശേഷം മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് ഷാരിയും സരിയും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. അതിനുശേഷം പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ സരിയു പറയുന്നുണ്ട്, അമ്മേ നമുക്കൊന്നും കൂടി അമ്പലത്തിൽ പോകണം. ഇനി എന്തിനാ മോളെ പോണത്? ഞങ്ങൾ അമ്പലത്തിൽ നിന്നല്ലേ ഇപ്പോൾ വന്നത്, എനിക്കൊന്നും കൂടി പോകണമേ. ഈ വൃത്തികെട്ടവരെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചതൊന്നും ശരിയായില്ല, എനിക്കൊന്നും കൂടി പോയി പ്രാർത്ഥിക്കണം, എന്നിട്ട് കല്യാണി തോൽക്കണമെന്ന് എനിക്ക് പ്രാർത്ഥിക്കണം അമ്മേ. അതൊക്കെ വേണോ മോളെ? വേണോ അമ്മേ, നമുക്ക് എത്രയും പെട്ടെന്ന് അമ്പലത്തിൽ പോകാം എന്ന് പറഞ്ഞിട്ട് ഷാരിനെയും കൂട്ടിക്കൊണ്ട് സരിയു വീണ്ടും അമ്പലത്തിലേക്ക് പോവാട്ടോ. കിരണും ചന്ദ്രസേനയും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. എൻ്റെ വണ്ടി ഒരു സ്ഥലത്തേക്ക് നിർത്താൻ വേണ്ടി കിരണിനോട് ചന്ദ്രസേനൻ പറയാണ്. എന്നിട്ട് ചന്ദ്രസേനൻ പറയണ്ട, മോനെ ഇന്ന് ഞാൻ സാരി കൊടുത്തിരിക്കുന്ന സാരിയുടെ വില ചോദിച്ചത് നീ ശ്രദ്ധിച്ചായിരുന്നു? ശ്രദ്ധിച്ചു. അതെ ആ സാരി ആരാ വാങ്ങിച്ചെടുത്തത് നിനക്കറിയാവോ? അത് അവളുടെ അമ്മ വാങ്ങിച്ചെടുത്തെന്നല്ലേ പറയണത്? അതെ ഒറിജിനൽ അമ്മ. ആ സാരി ആരാ മേടിച്ചു കൊടുത്തതെന്ന് അറിയാവോ? ഞാൻ. അവളെ താര മോൾക്ക് ഇതിന് ഓണക്കോടി മേടിച്ചെടുക്കുമെന്ന് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞപ്പോൾ ഞാനാ ഏറ്റവും വലിയ വില കൂടിയ ഓണക്കോടി ഞാൻ കൊടുത്തത്, അതിന് 40,000 രൂപ വിലയായിടാ ആ സാരിയാ ഇന്ന് സാരി ഉടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അപ്പൊ താരാൻറ്റി അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടല്ലേ? അതെ താരാൻറ്റി അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നതിന് പറയാണ്. അപ്പോൾ വീട്ടിൽ പോയതിനു ശേഷം എന്തോ സംഭവിച്ചിട്ടുണ്ട് എങ്കിലേ അവർ ഞാൻ വിളിക്കുന്നുണ്ട് അവളുടെ ഇപ്പോഴത്തെ ഡ്യൂപ്ലിക്കേറ്റ് അമ്മേനെ ഷാരീനെ, എന്നിട്ട് സത്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോൺ എടുക്കുക കേട്ടോ. അതിനുശേഷം ഷാരീനെ വിളിക്കുന്നുണ്ട്. ഷാരി അപ്പോൾ തന്നെ കിരണിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, താരാൻറ്റി നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അല്ലേ? ഇന്ന് സാരി ഉടുത്തിരിക്കുന്ന സാരി
മേടിച്ചെടുത്തത് ആരാണെന്നറിയാവോ? താരാൻ്റിയാ. ഏ, താരോ? ഇല്ല മോനെ, അത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാരിയാണ്. ചിലപ്പോൾ താരം മേടിച്ചെടുത്ത ആ കടയിൽ തന്നെയായിരിക്കും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ വെറുതെ കള്ളം പറയണ്ട. ആ സാരി താരാൻ്റിക്ക് വാങ്ങിച്ചു കൊടുത്തത് ആരാന്നറിയാവോ? എൻ്റെ അച്ഛൻ. 40,000 രൂപ വിലയുള്ള സാരിയാണ്. ആ സമയത്ത് ഷാരി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതിനുശേഷം എന്താണ് കിരൺ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. താരാൻ്റി ഓണക്കോടിയായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നു. നിങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം ഓണക്കോടി കൊടുക്കാൻ പോയപ്പോഴേക്കും നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മകളോ അവളുടെ താരാൻ്റിയുടെ തല തല്ലി പൊട്ടിച്ചിട്ട് റോഡരികിലേക്ക് ഉപേക്ഷിച്ചു. ചിലപ്പോൾ ഇനി നിങ്ങളായിരിക്കില്ല, നിങ്ങളുടെ ഭർത്താവായിരിക്കും രാഹുൽ. അയാളെന്തിനും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറ്റവും ഇതൊന്നും വരത്തില്ലല്ലോ, കാരണം പ്രാന്തല്ലേ. അപ്പം അതുകൊണ്ട് അയാളെന്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റമൊന്നും വരാത്തതുകൊണ്ട് അയാളാണോ ചെയ്തത് എന്ന് പറയുമ്പോൾ, മോനെ ഇത് ഞങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. അറിയാത്ത കാര്യം, നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഫ്രോഡുകളാണ്. അപ്പോൾ ഇത് മോൻ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഫ്രോഡുകളാണെന്നോ? അതെ, നിങ്ങളുടെ മരുമോൻ ഉൾപ്പെടെ എല്ലാവരും ഫ്രോഡുകളാണ് എന്ന് പറയുമ്പോഴേക്കും ഷാരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ, എൻ്റെ മരുമോനെ പുണ്യാളനാടാ പുണ്യാളൻ എന്ന രീതിയിലൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. നിങ്ങൾ മനസ്സിൽ വെച്ചതൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും ഇന്ന് ഓണമായോണ്ട് നിങ്ങളുടെ അധികമൊന്നും ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറയാണ്. അതിനുശേഷം കിരൺ പറയുന്നത്, നിങ്ങളിപ്പോൾ പോയിക്കോ എന്ന് പറയാണ്. പിന്നെ നിങ്ങൾക്കൊരു വിചാരമുണ്ട്, താരാൻ്റിനെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് മരുമോൻ്റെയും അതുപോലെ തന്നെ മോളുടെ കൂടെ അമേരിക്കയിൽ പോകാമെന്ന്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ താരാൻ്റിൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് കിരൺ പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ എവിടെ പോയാലും താരാൻ്റി അവിടെ വരും. എന്താ കാരണം എന്നറിയാമോ? എൻ്റെ അച്ഛന് ഈ ലോകത്ത് എല്ലായിടത്തും പിടിയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അമേരിക്കയിലല്ല ലണ്ടനിലല്ല എവിടെ പോയാലും എൻ്റെ അച്ഛൻ താരാൻ്റിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കും. പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല. നിങ്ങൾ അമേരിക്കയിൽ പോകാൻ പോകണമെന്നില്ല. അതൊക്കെ വെറും നിങ്ങളുടെ ദുസ്വപ്നം, ഒരു സ്വപ്നം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരൺ അവിടുന്ന് പോകുവാണ്. പോയിക്കോ, ഓണം ആയതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ വെറുതെ വിടുവാണ് ഇന്നത്തേക്ക് എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടുന്ന് പോകുവാട്ടോ. കിരൺ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ഷാരിക്ക് ആകെ ടെൻഷനാവാണ്. ഷാരി അപ്പം തന്നെ മനുവിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. മനു ചോദിക്കണ്ടേ, എന്താ അമ്മേ, എന്താ തിരക്ക് പിടിച്ച് എന്നെ കാണണമെന്ന് പറഞ്ഞത്? മോനെ എല്ലാം കൈവിട്ട് പോയി മോനെ. ഞാൻ ആ സാരി ഉണ്ടല്ലോ, താര കൊണ്ടുവന്ന സാരി, അത് ഞാൻ മേടിച്ച സാരിയാന്ന് പറഞ്ഞ് സരിയുവിന് കൊടുത്തായിരുന്നല്ലോ. അതെ, അവൾ ആ സാരി എടുത്തിട്ടില്ലേ അമ്മയുടെ കൂടി അമ്പലത്തിൽ വന്നത്? അതേ മോനെ, അതെല്ലാം തകർന്നു. ആ സാരിയെ താര മേടിച്ചെടുത്താണല്ലോ. താരയുടെ കയ്യിൽ അത് കൊടുത്തയച്ചത് ചന്ദ്രസേനാണത്രേ. ചന്ദ്രസേന മേടിച്ചെടുത്ത സാരിയാണത്. അയാൾക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇന്ന് റോഡ് വെച്ച് കണ്ടപ്പോൾ അയാൾ ചോദിച്ചും ചെയ്തു. അയ്യോ അമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ല, വെറുതെ അവരുടെ അടുത്ത് ഒരുമാതിരി ചൊറിയാൻ നിൽക്കേണ്ടത്. നമ്മൾ അമേരിക്കയിൽ പോണവരെ അവിടുത്തെ ഒരു പ്രശ്നത്തിനില്ലാതിരിക്കണം നല്ലത്. മോനെ, ഞങ്ങൾ പിടിക്കപ്പെടും മോനെ. പിന്നെ എപ്പോൾ പിടിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ മതി. അമ്മ തന്നെ ഒരു ആയുധം അവർക്ക് ഇപ്പം എറിഞ്ഞു കൊടുത്തില്ലേ എന്നിങ്ങനെ മനോഹർ പറയാട്ടെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ഇപ്പോൾ ഓണമായി പോയില്ലേ. ഇപ്പം അമ്മ അത് ഒന്ന് ആലോചിച്ച് വെറുതെ മനസ്സ് വേദനിപ്പിക്കണം. അമ്മ വീട്ടിലേക്ക് പോ. എന്നാലും മോനെ, എനിക്കിനി ഇവിടെ നിന്ന് ഒരു സമാധാനമില്ല. എനിക്കൊരു ഓണവും ഇല്ല മോനെ. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ട് അമേരിക്കയിൽ പോയാലേ എനിക്ക് ഓണം സമാധാനമായിട്ട് ആഘോഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടെ നിന്ന് പോകുവാട്ടോ. ഷാരി പോയി കഴിയുമ്പോഴേക്കും മനോഹർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഓണം അമേരിക്കയിൽ പോയി ആഘോഷിക്കും പോലും നിങ്ങൾ പോകും, എവിടെ പരലോകത്തേക്ക് പോകും. അത്ര ഫ്രോഡുകളാണ് നിങ്ങൾ. ഇത്രയും ഫ്രോഡുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനും അതെന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടുന്ന് പോകുവാട്ടോ. ശേഷം കിരണും ചന്ദ്രസേനയും കൂടിയിട്ട് രൂപയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. രൂപയുടെ വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ചന്ദ്രസേനൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും നിന്റെ അമ്മയടുത്തും ഇവിടെ അടുത്തും പറയണ്ട. എല്ലാവരുടെയും മൈൻഡ് മാറും. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഈ കാര്യം ആർത്തും പറയണ്ട. അവളത്തെ ഷാരിയെടുത്തും സാരിയെടുത്തും നമുക്കൊന്നും കൂടി സംസാരിക്കാമെന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, എന്ത് സംസാരിക്കണമെന്ന് വെച്ചാൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, താരാൻ്റി അവിടെ പോയിട്ടുണ്ട്. താരാൻ്റി ശരിക്കും ഇന്നത്തെ ദിവസം ഇന്ന് ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടാവേണ്ടതല്ലായിരുന്നോ? അവിടെ പോയതിനു ശേഷം താരാൻ്റിക്ക് ആഭരണം പറ്റിയത്. ആ സരിയു തന്നെയായിരിക്കും തലക്കിട്ടടിച്ചത്. അവൾക്കൊരു ക്രിമിനൽ സ്വഭാവം ഉണ്ടല്ലോ അച്ഛാ എന്ന് പറയാണ്. അതെ, ഒന്നില്ലെങ്കിൽ സരയു. അവളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അവളുടെ അമ്മ സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ ഷാരിയു ആകാം അത് ചെയ്തത്. എന്തായാലും ഇപ്പൊ നമുക്ക് അതൊക്കെ മറക്കാം മോനെ. ഇന്ന് ഓണമല്ലേ, എല്ലാം മറക്കാം. നീ മുല്ലപ്പൂക്കെടുത്ത് വീട്ടിലെ പെണ്ണുങ്ങൾക്ക് കൊടുക്ക് എന്ന് പറയുമ്പോൾ കിരൺ സന്തോഷത്തോടു കൂടി ആ മുല്ലപ്പൂ എടുത്തിട്ട് നമ്മുടെ രൂപക്കും അതുപോലെ തന്നെ യാമിനി ചേച്ചിക്കും ദീപക്കും കാദംബരിക്കൊക്കെ കൊടുക്കാൻ വേണ്ടി സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോകുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.